നമസ്കാരം. പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുണ്ടായിസം പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കുറ്റം ചെയ്യുന്നവരെ രക്ഷിച്ചും നിരപരാധികളെ മർദ്ദിച്ചും ചില പോലീസുകാർ കാണിക്കുന്ന ഗുണ്ടായിസം മിക്കപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ചെങ്ങന്നൂർ തിരുവൻവണ്ടൂരിൽ നിന്ന് പുറത്തു വരുന്നത്. പരാതി അന്വേഷിക്കാൻ വന്ന SI വീട്ടമ്മയെ മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. SI വീട്ടമ്മയുടെ കൈ തല്ലിയൊടിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. തിരുവൻവണ്ടൂർ പഞ്ചായത്ത് 4-ാം വാർഡ് തറയിൽ TB രാധ എന്ന 53-കാരിക്കാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത്. അയൽവാസിയായ സ്ത്രീയുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുവാൻ രാധയെ കൂട്ടിന് കൊണ്ടുപോയിരുന്നു. ഈ പരാതി അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ മുന്നിൽ വെച്ച് എതിർകക്ഷി രാധയെ അസഭ്യം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തപ്പോൾ SI കയ്യിലിരുന്ന വടി കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് രാധയുടെ പരാതി. കൈക്കും പുറത്തും മർദ്ദനമേറ്റു. പരിശോധനയിൽ കൈക്ക് 3 പൊട്ടലുണ്ട്. ചെങ്ങന്നൂർ പ്രിൻസിപ്പൽ SI S പ്രദീപാണ് മർദ്ദിച്ചതെന്ന് വീട്ടമ്മ പറയുന്നു. സംഭവത്തെപ്പറ്റി രാധ പറയുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് അയൽവാസിയായ തറയിൽ പടിഞ്ഞാറയിൽ ലീലാമ്മയ്ക്കൊപ്പം രാധ കൂട്ടിനായി ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകാൻ പോയത്. പരാതി നൽകിയ ശേഷം ഇരുവരും തിരികെ വീട്ടിലെത്തി. ചൊവ്വാഴ്ച ലീലാമ്മയ്ക്കൊപ്പം താമസിക്കുന്ന തുളസിയുമായി ഇവരുടെ വീട്ടിലെത്തിയ പോലീസ് രാധയെ വിളിപ്പിച്ചു. പോലീസ് സാന്നിധ്യത്തിൽ തുളസി തന്നെ അധിക്ഷേപിച്ച് വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇത് താൻ ചോദ്യം ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ SI പ്രദീപ് കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് തന്റെ പുറത്തും കഴുത്തിന് പിൻവശത്തും മർദ്ദിക്കുകയും കൈക്ക് ശക്തമായി അടിക്കുകയുമായിരുന്നു എന്ന് രാധ പറയുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഫോണും തല്ലി തകർത്തു. മർദ്ദനമേറ്റ് താഴെ വീണ രാധ പിന്നീട് കൈക്ക് നീര് വന്നതോടെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി. സാഹചര്യം മനസ്സിലാക്കിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ രാധയെ പെട്ടെന്ന് തന്നെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലാക്കി. തുടർന്ന് അവരെ പോലീസ് ജീപ്പിൽ തന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. അടുത്ത ദിവസം രാവിലെ ജില്ലാ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇടത് കൈവിരലിന് 3 പൊട്ടലും ആഴമേറിയ മുറിവുമുണ്ട്. ദേഹത്ത് നീര് വെച്ചിട്ടുണ്ട്. രാധയെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഓപ്പറേഷൻ ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ്. പ്രായമായ മാതാവും രാധയും മാത്രമാണ് വീട്ടിലുള്ളത്. തൊഴിലുറപ്പ് ജോലി ചെയ്താണ് രാധ ജീവിക്കുന്നത്. സംഭവത്തിൽ പോലീസിനും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് രാധ. പരാതിയിൽ ചെങ്ങന്നൂർ SHOയോട് അന്വേഷണ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് DYSP M ബിനുകുമാർ പറഞ്ഞു. നിലവിൽ രാധയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. പകരം രാധയുടെ പേരിൽ പോലീസ് കേസെടുത്തു. SI അവരെ മർദ്ദിച്ചിട്ടില്ല എന്നും രാധ മദ്യലഹരിയായിരുന്നുവെന്നും DYSP പറയുന്നു.